കൊച്ചിയിലെ ഫ്ളാറ്റിൽ രാസലഹരിയുമായി 4 പേർ പിടിയിലായി എന്ന വാർത്ത. MDMA, ലഹരി ഗുളികകൾ, കഞ്ചാവ് എന്നിവ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തുവെന്നാണ് വിവരം. വിഷ്ണു സുരേഷ് അപ്ഡേറ്റ് ചെയ്യുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഈ എളംകുളം മെട്രോ സ്റ്റേഷന് പിൻവശത്തുള്ള ഫ്ളാറ്റിലാണ് ഇന്ന് ഡാൻസ് ഓഫ് സംഘം പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് 4 പേരെ ഇപ്പോൾ ഡാൻസ് ഓഫ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പെരിന്തൽമണ്ണ സ്വദേശി ഷാമിൽ, കോഴിക്കോട് സ്വദേശി അബു ഷാമിൽ, കോഴിക്കോട് സ്വദേശി ദിയ, മലപ്പുറം സ്വദേശി ഫിജാസ് അഹമ്മദ്. ഈ കാണുന്ന ഫ്ളാറ്റിലാണ് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്താണ് ഇവർ ലഹരി ഉപയോഗവും വിൽപ്പനയും നടത്തിയിരുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഇവരുടെ പക്കൽ നിന്ന് 115 ഗ്രാം MDMA, അതോടൊപ്പം 35 ഗ്രാമോളം എക്സ്റ്റസി പില്ല്, കഞ്ചാവ് എന്നിങ്ങനെയുള്ള വസ്തുക്കളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. വിപണനത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് ഉറപ്പിക്കാം. കാരണം അതിന്റെ ക്വാണ്ടിറ്റി അതാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിൽ വീണ്ടും വ്യാപകമായി MDMA ഒഴുകുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം, അതായത് ഞായറാഴ്ച മാത്രം ഏകദേശം 1/2 കിലോളം അല്ലെങ്കിൽ ഒരു 250 ഗ്രാമോളം MDMA ആണ് കൊച്ചിയിലും എറണാകുളത്തുമായി പിടികൂടിയത്. നേരത്തെ ഓപ്പറേഷൻ ഡി ഹണ്ടുമായുള്ള പരിശോധനകളൊക്കെ ശക്തമായ പശ്ചാത്തലത്തിൽ ഈ MDMA സംഘങ്ങളൊക്കെ അവരുടെ മാളത്തിൽ ഒളിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 1.5 മാസത്തിന് ശേഷം വീണ്ടും വ്യാപകമായി ഇത്തരത്തിൽ MDMA വിപണനം കൊച്ചിയിൽ വർദ്ധിച്ചു വരികയാണ്. എല്ലാ ദിവസവും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പരിശോധനകളുടെ ഒരു അളവ് കുറഞ്ഞതാണോ അതിന്റെ കാരണമെന്ന് സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രാത്രിയും പകലും ഒക്കെ വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞ് ഈ ഫ്ളാറ്റുകളും ചില കഫേകളും ഒക്കെ കേന്ദ്രീകരിച്ച പരിശോധന നടത്താൻ ഡാൻസ് ഓഫ് തീരുമാനിച്ചത്. അങ്ങനെ നടത്തിയൊരു പരിശോധനയിലാണ് ഇപ്പോൾ ഈ 4 പേരെ പിടികൂടിയിരിക്കുന്നത്. ഇവർക്ക് എവിടെ നിന്ന് ഈ MDMA ലഭിച്ചു? സ്വാഭാവികമായത് ബാംഗ്ലൂർ കണക്റ്റഡ് ആയിരിക്കാൻ ഉള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ അതിൽ പിന്നിൽ കൂടുതൽ കണ്ണികളുണ്ടോ, ഇവർ ഇത് ആർക്കാണ് നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇവർ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അല്പസമയത്തിനകം തന്നെ ഇവരുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യപ്പെടും. ഒരാശങ്കപ്പെടുത്തുന്ന കാര്യം, ഒരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിലേക്ക് വീണ്ടും വൻതോതിൽ MDMA ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.